ഫ്രണ്ട്സ്, ഞാൻ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെയാണ് ഈ വീഡിയോ, ഒരു വല്ലാത്ത ആവേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത്. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. വിലയിലല്ല, ഗുണത്തിലാണ് ഈ കാര്യം എന്ന ആ വാക്യത്തെ അന്വർത്ഥമാകുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, അസുഖങ്ങൾക്ക് മികച്ചൊരൗഷധമാണ് ഈ പ്രകൃതിദത്ത ഉൽപ്പന്നം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരു ഡോക്ടറായും, ഒരു ഔഷധ ക്ലിനിക്കായും, ഒരു സൗന്ദര്യ വർദ്ധക ക്ലിനിക്കായും ഇതിനെ നമുക്ക് വിശദീകരിക്കാം. നമ്മുടെ സൗന്ദര്യ സംരക്ഷണ പരീക്ഷണ മേഖലയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു നിറസാന്നിധ്യമായി തീർന്നിരിക്കുകയാണ് ഇന്ന് ഈ ആലംകല്ല്. മികച്ച ഒരുപാട് സൗന്ദര്യ സംരക്ഷണ പരീക്ഷണങ്ങൾക്ക്, അതുപോലെ ഒരുപാട് സൗന്ദര്യ പ്രൊഡക്റ്റുകളിൽ ആലം നിറസാന്നിധ്യമായിട്ടുണ്ട്. ദയവായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് വന്നൊരു അസുഖത്തിന് ഇത് ഏറ്റവും നല്ല മികച്ച ഒരു ആയുർവേദം, ഒരു ഔഷധമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. മാത്രമല്ല യാതൊരു കെമിക്കലും ഉൾപ്പെട്ടില്ലാത്ത ഒരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണല്ലോ ഇത്. എന്താണ് ഈ സ്റ്റോൺ എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 2 ഔഷധമാണ് ഞാൻ ആദ്യം പറയില്ല. നിങ്ങളിപ്പോൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് കാണാതെ ഓഫ് ചെയ്ത് വെച്ച് പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് തന്നെ 2 ഗുണങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. പ്രകോപനങ്ങളൊന്നുമില്ല, അതൊരു കാരണമില്ലാതെ വേനൽക്കാലത്താണ് അധികം സംഭവിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ മൂക്കിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് വരിക, പെട്ടെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, പേടിച്ചു പോകും, ഒരു വല്ലാത്ത ഉത്കണ്ഠ നമ്മളിലുണ്ടാകും. എല്ലാവരും വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. അത് കാരണം വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ മാത്രമേ ഇത് പെട്ടെന്ന് നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ മൂക്ക് അടച്ചു പിടിച്ചാൽ എന്ത് ചെയ്താലും ഈ ബ്ലഡ് നിൽക്കില്ല. ഓടി ഡോക്ടറെ അടുത്ത് പോകേണ്ടുന്ന ഈ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു ചികിത്സയെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. നല്ലപോലെ തണുത്ത വെള്ളത്തിൽ ഒരു കോട്ടൺ നല്ല മുക്കി അതിനെ പിഴിഞ്ഞ് തണുപ്പ് പോകാത്ത വിധത്തിൽ പിഴിഞ്ഞ് ഇതിൽ ആലം സ്റ്റോണോ ആലം പൗഡറോ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ പഞ്ഞൊരു ബോൾ പോലെ എങ്ങനെ ആക്കിയിട്ട് ഏത് മൂക്കിലാണ് ബ്ലഡ് വരുന്ന ആ മൂക്കിൽ നല്ലപോലെ അമർത്തിപ്പിടിച്ച് മൂക്കിൽ ശ്വാസം വിടാൻ ശ്രദ്ധിക്കരുത്, ഇടവരുത്തരുത്. വാ തുറന്ന് ശ്വാസം വിടുക. അപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ഈ ബ്ലീഡിങ് നിൽക്കും. നമുക്ക് നല്ല ആശ്വാസം കിട്ടും, കംഫർട്ടാവും. അതുകൊണ്ട് ആലം സ്റ്റോണും പൗഡർ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത്, നമ്മുടെ രാജ്യം ഉഷ്ണമേഖല രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വല്ലാത്ത ചൂട് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഈ സമയങ്ങളിൽ കാര്യമായി വിയർപ്പെടാം. എല്ലാവരുടെ വിയർപ്പിന് സ്മെല്ലുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ചിലരുടെ വിയർപ്പിന് ഭയങ്കര ദുർഗന്ധമായിരിക്കും. അതിന് ഡിയോഡ്രൻറ്റുകൾ ധാരാളം ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ഈ ഡിയോഡ്രൻറ്റ് ഉപയോഗിക്കും വേറൊരു ദോഷം എന്നുള്ളത് അണ്ടർആംസൊക്കെ കറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നാച്ചുറൽ നല്ല ഒരു ഡിയോഡ്രൻ്റാണ് ആലം. ഒന്നുകിൽ നനവോടുകൂടി ആലം കല്ല് ഇവിടെ നമ്മുടെ അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ പതുക്കെ ഉരസി കൊടുക്കുക. ഇവിടെ സ്മെല്ല് വിയർപ്പ് ഉരസി കൊടുക്കുമ്പോൾ വിയർപ്പിനെ വലിച്ചെടുക്കും. മാത്രമല്ല അധികം വിയർക്കില്ല. ഈ ആലം കല്ല് ഉപയോഗിക്കും, അധികം വിയർക്കില്ല. അല്ലെങ്കിൽ റോസ് വാട്ടർ ആലം പൊടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ തേച്ച് കൊടുക്കുക. നല്ലപോലെ വിയർപ്പിന് മണം, ദുർഗന്ധമൊക്കെ പോകും, വിയർപ്പ് കുറയും. ഈ സമയത്തൊക്കെ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. കുളിക്കുന്ന സമയത്ത് ആലം പൗഡർ ഇതിൽ മിക്സ് ചെയ്ത് കുളിക്കാം. ആ സമയം എപ്പോഴും ഈ വിയർപ്പിന് ദുർഗന്ധമൊക്കെ മാറിക്കിട്ടും. അതുകൊണ്ട് ആലം വിയർപ്പിനെ, അതായത് വിയർക്കാതിരിക്കുക അല്ലെങ്കിൽ വിയർപ്പിൻ്റെ ബുദ്ധിമുട്ടോ സ്മെല്ല് അറിയാതിരിക്കുക നല്ലൊരു ഉത്തമ ഔഷധമാണ് ആലം. ഈ ആലം എന്ന് പറയുന്നത് തികച്ചൊരു നാച്ചുറൽ ഡിയോഡ്രൻ്റ് ആണ്. ഈ ആലം എന്താണെന്ന് അറിയാത്ത ചിലരെങ്കിലും ഉണ്ടായിരിക്കും. എങ്കിലും ഇതിൻ്റെ മുഴുവനായിട്ടും ബെനിഫിറ്റ് എല്ലാവരും അറിഞ്ഞുകൊള്ളുന്നില്ല. തുച്ഛ ആൾക്കാർക്ക് മാത്രം ഇത്രയും ഔഷധ ഗുണങ്ങളിലും സൗന്ദര്യ ഗുണങ്ങളിലും ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ആലം എവിടെ നിന്ന് കിട്ടും, എന്താണെന്ന് പറയാം. ആലം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആലം സ്റ്റോണാണ്. ഒരുപാട് തരത്തിലുള്ള ആലങ്ങളുണ്ട്. ഇരട്ട സൾഫേറ്റുകളാണ് ആലകൾ എന്ന് പറയുന്നത്. ഒരുപാട് തരം ആലങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം ആലമാണ്. ആലത്തിന് പടിക്കാരം എന്ന് മലയാളത്തിലും, ഹിന്ദിയിൽ ആലം എന്ന് പറയും, ഇംഗ്ലീഷ് ആലം എന്ന് പറയും, ഹിന്ദിയിൽ ഇതിനെ ഫിറ്റ്കരി എന്നാണ് പറയുന്നത്.
അലുമിനിയം സൾഫേറ്റും പൊട്ടാസ്യം സൾഫേറ്റും കൂടി ചേർന്ന മിശ്രിതമാണ് പൊട്ടാഷ് അല്ലെങ്കിൽ പൊട്ടാസ്യം ആലം എന്ന് പറയുന്നത്. നമ്മുടെ നാച്ചുറൽ പ്രൊഡക്ട്സിലും അതുപോലെ ഇപ്പോൾ ഔഷധങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ പൊട്ടാസ്യം ആലമാണ്. ആലം എന്ന് പറഞ്ഞ പ്രത്യേക മണമില്ല, ഒരു വെളുപ്പ് ക്രിസ്റ്റൽ രൂപത്തിലുള്ള വെളുത്ത ഒരു ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഒരു കല്ലാണിത്. താഴെ വീണ് അപ്പം തന്നെ പൊട്ടി നുറുങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ നല്ലപോലെ പൊടിച്ച് നമ്മൾ നല്ലൊന്ന് തല്ലി പൊട്ടിച്ചിട്ട് പൊടിച്ച് മിക്സിയിൽ പൊടിച്ച് അരിച്ചെടുത്ത് വെച്ചാൽ നമുക്ക് വളരെ അരിച്ചെടുത്ത് വെക്കുക. അങ്ങനെ മാത്രമല്ല, ഇത് നമുക്ക് കടയിൽ നിന്നും ഷേപ്പ് ചെയ്തത് സോപ്പ് രൂപത്തിൽ നല്ല ഭംഗിയിൽ ഷേപ്പ് ചെയ്ത് കിട്ടും. ഇത് രണ്ടും കൂടി വാങ്ങുന്നതിന് ഒരു 50 രൂപ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ രണ്ടും വാങ്ങിച്ച് ഒരു കൂട്ട് പൊടിച്ചും കല്ല് പോലെ ഭംഗിയില്ലാത്ത ഒരു ഷേപ്പിലെ സൈഡ് കിട്ടും, അതിനെ പൊടിക്കുക. നല്ല ഭംഗിയുള്ള സൂപ്പ് പോലെ ഉണ്ട്. അത് ഇത്തിരി വില കൂടുതലാണെങ്കിലും 50 രൂപയ്ക്ക് രണ്ടും കൂടി കിട്ടും. ഇത് പൊടിച്ചൊരു ടിന്നിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഇത് രണ്ടും നമുക്ക് വളരെ വേഗത്തിൽ ഉപയോഗപ്പെടും. ഓൺലൈനിൽ നിന്നൊക്കെ നമ്മൾ ആലം വാങ്ങുമ്പോൾ ഇതൊക്കെ വാങ്ങുമ്പോൾ വളരെ തുച്ഛ വില ഇതിനുള്ളൂ. പിന്നെ അവർ കൊണ്ടു തരുന്നതിന് അവർ എക്സ്ട്രാ പൈസ എടുക്കുമ്പോൾ ഈ ആലത്തിൻ്റെ പൈസ ഇത്തരം പൈസ നമുക്ക് കൊണ്ടു തരുന്നതിന് ആവശ്യം വരും. അപ്പോൾ ഓൺലൈനിൽ വാങ്ങാതെ ഏതെങ്കിലും നമ്മൾ പച്ചമരുന്നുകൾ വിൽക്കുന്ന അങ്ങാടിക്കടകളിൽ നിന്നും അല്ലെങ്കിൽ പൂജാദ്രവ്യങ്ങൾക്ക് വിൽക്കുന്ന അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വലിയ വലിയ കടകളിൽ മിക്ക സ്ഥലങ്ങളിൽ മാർക്കറ്റ് ഷോപ്പുകൾ പോലുള്ള കടകളിലൊക്കെ ഈ ഫിറ്റ്കരി ആലം വിൽക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം കൂടിയിരിക്കുകയാണ്. ഈ ആലത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ആൻറ്റി ഓക്സൈഡ്, ആസ്ട്രിജൻ്റ്, ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ബാക്ടീരിയൽ, ആസ്ട്രിജൻ്റ്, അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ആലം. ആൻറ്റി വൈറൽ ഗുണം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്ടീരിയ, ഫംഗസ്, അങ്ങനെ എല്ലാ ഗുണങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവിധ രോഗങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ മികച്ച അപ്പോൾ തന്നെ എഫക്റ്റ് കിട്ടുന്ന ഒരു ഔഷധം തന്നെയാണിത്. ഈ ആലത്തിൻ്റെ ഔഷധം എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചളയും. നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇത് ഓരോന്ന് കേൾക്കുമ്പോൾ ഇത്ര വില കുറഞ്ഞ ഒരു പ്രൊഡക്റ്റിനാണ് ഇത്രമാത്രം ഗുണം എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത് വെറുതെ പറയുകയല്ല, നമ്മൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. ആദ്യകാലങ്ങൾക്ക് ഷേവ് ചെയ്തതിന് ശേഷം ഒരു ആഫ്റ്റർ ഷേവിങ് ലോഷനായിട്ടും ഷേവിങ്ങിന് ശേഷം ഉപയോഗിച്ചിരുന്നതും ആണ്. അതുപോലെ തന്നെ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് മാത്രമാണ് ആലം ഉപയോഗിച്ചിരുന്നത്. ഷേവ് ചെയ്യുക, ത്രെഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലവർക്ക് നൂല്, അതുപോലെ ഷേവിങ് ക്രീം, ഷേവിൻ്റെ ലേസറൊക്കെ ഇൻഫെക്ഷനുകളുണ്ടാവും. അപ്പോൾ ചുമന്ന് തടിക്കുക, ചുമന്നിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസ്വസ്ഥതകളുണ്ടാക്കും. ഈ സമയത്ത് ഇത് ആൻറ്റിസെപ്റ്റിക്കാണ്, ആൻറ്റി ബാക്ടീരിയ, ആൻറ്റി ഫംഗലൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ അസ്വസ്ഥതകളൊക്കെ മാറ്റാൻ ഇതിന് കഴിവുണ്ട്. ഈ ഷേവ് ചെയ്ത ഭാഗത്ത് അല്ലെങ്കിൽ ത്രെഡ് ചെയ്ത സ്ഥലത്ത് ആലം സ്റ്റോൺ ഷേപ്പിലോട് കിട്ടുന്ന ആലം സ്റ്റോൺ വെറുതെ നമുക്ക് റബ്ബ് ഉരസി കൊടുക്കുകയോ അല്ലെങ്കിൽ ആലം സ്റ്റോൺ പൊടിച്ച ആലം സ്റ്റോൺ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഇവിടെയൊക്കെ പുരട്ടി കൊടുത്ത് കുറേ നേരത്തെ കഴുകാവുന്ന എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. പിന്നെ ഷേവൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന ചെറിയ ഹോളുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണങ്ങുക, അതിൻ്റെ പാടുകൾ പോകുക, ഇതെല്ലാത്തിനും തന്നെ ഈ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഷേവിങ്ങിൻ്റെ ആഫ്റ്റർ ഷേവിങ് ലോഷനായിട്ട് ആലം ഉപയോഗിക്കുന്നത് പൗഡറാണല്ലോ. ഓപ്ഷനിൽ പൗഡർ രൂപത്തിലായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് 2 ബോട്ടിൽ വെള്ളം പോലെ സ്പ്രേ ചെയ്ത് നമുക്ക് ബോട്ടിലാക്കി ചെയ്തും നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ഇതൊരു ആഫ്റ്റർ ഷേവിങ് ലോഷൻ തന്നെയാണ്. ഇതൊരു ഡിയോഡ്രൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മുടെ സ്കിന്നൊക്കെ വിയർപ്പ് ഇടുന്ന ഡിയോഡ്രൻ്റാണ് ഇത്. വായുനാറ്റം, മൂണപ്പഴുപ്പ്, അതുപോലെ പല്ലുള്ള പല്ലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ ആലം പൊടിയും ഉപ്പ് കല്ലും ചേർത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടുള്ള വെള്ളം ഗാർഗി കൊള്ളുക, നല്ലോണം കുലുക്കൊഴിഞ്ഞ് കുറച്ച് നേരം വായിൽ വെച്ചുകൊണ്ട് തുപ്പിക്കളഞ്ഞാൽ ഈ വക വായുനാറ്റവും ഈ മൂണപ്പഴുപ്പും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ നമ്മൾ ആലം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു മൗത്ത് വാഷായിട്ട് ഉപയോഗിക്കാം. മോണയിൽ രക്തസ്രാവവും ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റും. ഇതിലുള്ള ആൻറ്റി ഓക്സൈഡ് ബെനിഫിറ്റുകൾ കൊണ്ടാണ് ഇതിങ്ങനെ ഈ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത്. പിന്നെ അമിതമായ രോമ വളർച്ച തടയാൻ സാധിക്കും. അത് നമ്മൾ ആലം പൗഡറും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് ശേഷം ഈ പൊടി ഒരു പേസ്റ്റ് വിതൽ ഉണക്കാൻ അനുവദിക്കുക. എന്നിട്ട് ആ പൊടി എടുത്തിട്ട് നമ്മൾ ശരീരത്തിൽ നുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അനാവശ്യമായ രോമങ്ങൾ, മുഖത്തൊക്കെ ഉണ്ടാക്കുന്ന രോമങ്ങൾ, ഫേഷ്യൽ ഹെയർസൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ ഇല്ലാതാവും. അങ്ങനെ രോമ വളർച്ചയെ തടയാൻ സാധിക്കും.
ചില ആളുകൾ കാലൊക്കെ വിണ്ടി കയറി വളരെയധികം ബുദ്ധിമുട്ടുകളിലൊക്കെ കുറേ നേരം നിൽക്കുന്നവരും ഒക്കെ കാല് വിണ്ടി കയറിയിട്ടുണ്ട്. നമ്മൾ ഇതിന് സാധാരണ പെട്രോളിയം ജെല്ലൊക്കെ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ഇത് നമുക്ക് ചെയ്യാവുന്നത് നല്ല പോലെ ഒരു തേച്ച് കഴിയതിന് ശേഷം രാത്രിയാണ് ഏറ്റവും നല്ലത്. തേച്ച് കഴിഞ്ഞ ശേഷം വെളിച്ചെണ്ണയിൽ ആഴം പൗഡർ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കാലിലൊക്കെ നല്ലപോലെ തേച്ച് വേണമെങ്കിൽ ഒരു കവർ കൊണ്ട് കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ കഴുകി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ വിണ്ട് കയറലൊക്കെ മാറ്റി നല്ല മനോഹരമായി കാലുകൾ സ്വന്തമാക്കാൻ സാധിക്കും. തേനീച്ച കടന്നൽ കൂത്തുപോയ കട്ടുകൾപ്പെടും കൊതു കുത്തിയാലൊക്കെ വീർക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർക്കും ഈ ആലം സ്റ്റോൺ മരുന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് മാല സ്റ്റോൺ, ഇത് റോസ് വാട്ടറും കൂടി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ തേച്ച് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബാക്ടീരിയകളിൽ ആസ്ട്രിജൻ്റ് ഗുണങ്ങൾ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളും കൊണ്ട് ഈ ബുദ്ധിമുട്ട് മുഴുവനായി മാറിക്കിട്ടും. അതിന് ചൂറ്റേണ്ടുന്ന ബുദ്ധിമുട്ടോ കടച്ചലോ അത് തിമർപ്പോ ഒന്നും തന്നെ പിന്നെ ഉണ്ടാവില്ല, അത് മാറിക്കിട്ടുന്നതാണ്. പിന്നെ കുട്ടികളുടെ വലിയവർക്ക് പേൻ ശല്യം, അതുപോലെ തലയിൽ അമിതമായി വിയർപ്പൊക്കെ പിന്നെ ദുർഗന്ധമൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിലും ആലം നമുക്ക് ഉപയോഗപ്രദമാണ്. രാത്രി കാലങ്ങളിൽ രാത്രി സമയം ഒരു പാത്രം വെള്ളം എടുത്തിട്ട് അതിൽ ആലം പൗഡർ എടുത്ത് വെച്ചതിന് ശേഷം രാവിലെ നമ്മളത് കുളിക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ ഈ വിയർപ്പും മണമൊക്കെ പോയി ചേരുമ്പോൾ അതിലും തലയിലുണ്ടെന്ന് പേനൊക്കെ ചത്തുപോകും. അല്ലെങ്കിൽ പേസ്റ്റ് എടുത്ത് നമ്മളെ പതുക്കെ നമ്മുടെ തലയുടെ നല്ല സ്കാൽപ്പിലൊക്കെ നല്ലപോലെ ഒന്ന് ഉരസി കൊടുത്തതിന് ശേഷം ഇങ്ങനെ കുളിക്കാം. പിന്നെ എന്തായാലും സ്കിന്നിലായാലും തലയിലായാലും തന്നെ ഇത് കുറച്ച് വരൾച്ചുണ്ടാവും. ഡ്രൈ സ്കിന്നൊക്കെ അത്ര നല്ല എന്നാൽ സ്ഥിരം ഉപയോഗിക്കും നല്ലതല്ല. ഡ്രൈ എണ്ണമയം വലിച്ചത് ഡ്രൈ ആകാൻ അല്പം ഇടയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതുപോലെ ഇടയ്ക്ക് മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എണ്ണയൊക്കെ ഉപയോഗിക്കാൻ തലയൊട്ടി ഡ്രൈ ആവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഇനി വില്ലൻ ചുമ, വയറിളക്കം, ഛർദി ഇവയൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു പരിധി കൂടുതൽ തന്നെ ആലത്തിന് സാധിക്കും. വെള്ളം ശുദ്ധീകരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞല്ലോ. വെള്ളം ശുദ്ധീകരിക്കുന്നതിനും ഈ ആലം പൊടി സാധിക്കുന്നതാണ്. വെള്ളം ശുദ്ധീകരിക്കാൻ പണ്ട് മുതൽ തന്നെ ഉപയോഗിച്ചു വരുന്നതാണ്. ഇതിലും വിമുക്തമാക്കാൻ ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങളും ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ ഫംഗൽ ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ശുദ്ധീകരിക്കാൻ കഴിവുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൽ 17 മില്ലിഗ്രാം ആലം ഇതിട്ടിട്ട് കുറച്ചേരം ഇട്ട് കഴിഞ്ഞിട്ട് ആ വെള്ളം കുടിക്കാനെടുത്താൽ എല്ലാ അഴുക്കുകളൊക്കെ പോയി വിമുക്തമായിരിക്കും. ഇതൊന്ന് തിളപ്പിച്ച് കൂടി ചെയ്താൽ അതുപോലെ തന്നെ ടാപ്പ് വാട്ടറിൽ തോടി ആലം കൂട്ടി ഉപയോഗിക്കണം. കിണറിലൊക്കെ നോക്കും ഒന്നിച്ച് കിണർ ശുദ്ധി ചെയ്യുന്നതിന് ക്ലോറിനൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് സമയം നമുക്കൊരു സ്മെല്ല് ബുദ്ധിമുട്ടുള്ള സ്മെല്ല് വരും. അപ്പോൾ അതിലൊക്കെ നല്ലത് ആലം ഒരു സ്റ്റോൺ എടുത്ത് നല്ല തുണിയിൽ കെട്ടി കയറുകൊണ്ടൊക്കെ നല്ലപോലെ ബന്ധിച്ചതിന് ശേഷം വെള്ളത്തിലോട്ട് ഇറക്കി കൊടുത്തിട്ട് അത് ലൈറ്റ് കിട്ടുമ്പോൾ ആ കിണർ വെള്ളം മുഴുവൻ തന്നെ ശുദ്ധിയാക്കാൻ ഈ ആലം സ്റ്റോൺ സാധിക്കും. അതുകൊണ്ട് ആലം സ്റ്റോൺ നല്ല ശുദ്ധിയായിട്ട് പണ്ടേ മുതലൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ആലം സ്റ്റോണാണ്. ഇതാണ് വിമുക്തമാക്കുന്നതല്ല. ഈ ഇലകളും ഇതൊക്കെ ചീഞ്ഞ് അതൊക്കെ അഴുകി പോകുന്നുണ്ട്. അതിലുള്ള അണുക്കളൊക്കെ നശിച്ച് വളരെ ശുദ്ധിയായ ജലം കിട്ടും. വായിൽ അൾസർ, നേരത്തെ പറഞ്ഞല്ലേ വായുനാറ്റം, അത് അങ്ങനെയൊക്കെ തന്നെ മൗത്ത് വാഷായിട്ട് ഉപയോഗിക്കാൻ ഒക്കെ ആലം വളരെ നല്ലതാണ്. ഇതെല്ലാത്ത തന്നെ റോസ് വാട്ടർ പ്ലസ് ആലം അത് തന്നെയാണ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. അത് തിളപ്പിച്ച് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇതുപോലെ തന്നെ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് നല്ലോണമായിട്ട് കുലുക്കി ഗാഗിൾ ചെയ്തതിന് ശേഷം തുപ്പിക്കളയാം. സാധാരണ നമ്മുടെ മുഖത്ത് തിളക്കൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ആലം പൗഡർ 1.5 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കിന്നിലേക്ക് തേച്ച് നല്ല തിളക്കവും യൗവന നിർത്തം ഈ ചെറിയ വലിയൊരു സൂക്ഷ്മങ്ങളൊക്കെ അടഞ്ഞ് ചെറിയ സൂക്ഷ്മ സ്കിൻ ടൈറ്റ് ആവും. ആൻറ്റിസെപ്റ്റിക് ഗുണം അല്ല ആസ്ട്രിജൻ്റ് ഗുണങ്ങളുള്ളതുകൊണ്ട് ഈ ഹോൾസൊക്കെ സ്ട്രിങ്ക് ആവും. അത് സൂക്ഷ്മങ്ങൾ ചേർന്ന് ടൈറ്റൻ ആകും. ഈ സ്കിന്നൊക്കെ ടൈറ്റനാക്കി നല്ല യുദ്ധം തുടിക്കുന്ന നല്ല ചെറുപ്പമായിട്ട് സ്കിൻ നിൽക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ പ്രായമാകുമ്പോൾ കൊളോജനൊക്കെ കുറഞ്ഞ് ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറഞ്ഞ് ഇലാസ്റ്റിക് തൂങ്ങിക്കിടക്കും സ്കിൻ. ഇലാസ്റ്റിക് തൂങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ചികിത്സ എന്ന് വെച്ചാൽ ആലം സ്റ്റോണും 1/2 ടീസ്പൂൺ ആലം സ്റ്റോണിൽ 1 ടീസ്പൂൺ റോസ് വാട്ടറും പിന്നെ മുട്ടയിൽ വെള്ളം ചേർത്ത് നല്ലപോലെ അടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയായി മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ ഇത് കഴുകിക്കളഞ്ഞ്
നല്ല കഴിച്ചെറിഞ്ഞ ചൂടുവെള്ളത്തിൽ കഴുകി കളയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സ്കിൻ ടൈറ്റ് ആവുകയും ഈ തൂങ്ങിക്കിടക്കുന്ന ഇലാസ്റ്റിക് നഷ്ടപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന സ്കിന്നൊക്കെ ടൈറ്റായിട്ട് നമുക്കൊരു യൗവനം ഒരു യുവത്വം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നല്ല ഭംഗിയുള്ളൊരു മുഖം, നല്ല ക്ലീൻ, റോസ് വാട്ടർ മുഖം നന്നായിട്ട് ക്ലീൻ ആവും. അങ്ങനെ നല്ലൊരു മുഖം നമുക്ക് കിട്ടും. എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്ലിസറിൻ ചേർക്കാം. ഗ്ലിസറിനും വെള്ളത്തിൽ നമുക്ക് ഈർപ്പം ഹൈഡ്രേറ്റ് ആക്കി മോയ്സ്ചറൈസറായി ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് ഈ ഗ്ലിസറിൻ. പരമാവധി ചെയ്യുന്ന മുഖത്ത് ചെയ്യുന്നത് മുഖം കടി വൃത്തിയാക്കിയിട്ട് ചെയ്യുക. അതുപോലെ കഴുത്തിലും മുഖത്തിലും മൊത്തം ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെവിയിലൊക്കെ ആയിട്ട് ഈ കളറ് വേറെ വ്യത്യാസം വരാതിരിക്കുകയാണ്. പിന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുക. ആലം ചിലപ്പം ഡ്രൈനെസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ആലം സ്റ്റോൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും മോയ്സ്ചറൈസർ. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ എന്ന് വെളിച്ചെണ്ണ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ വാങ്ങുന്ന മോയ്സ്ചറൈസർ ഇതല്ലാതെ തന്നെ നമ്മുടെ നാടൻ പാലെടുത്ത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ മുകളിൽ നല്ല നെയ്യ് പൊങ്ങിക്കിട്ടും. അതിൽ നിന്ന് 2-3 തുള്ളിയുടെ ആവശ്യമുള്ളൂ. അതുപോലെ അത് ഓയിലായി കിട്ടും, മോയ്സ്ചറൈസറായി കിട്ടും. അതുപോലെ നാളികേരപ്പാൽ കുറച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് തന്നെ സംഭവിക്കും. അപ്പം ഇതിന് ഏതെങ്കിലുമാണ്. അതുപോലെ തേൻ അല്പം ഡൈല്യൂട്ട്, റോസ് വാട്ടർ ഡൈല്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ മുഖത്തേറ്റാൽ ഇതൊക്കെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്ന സാധനങ്ങളാണ്. നല്ല നിറവും ഭംഗിയും തിളക്കമൊക്കെ കിട്ടും. അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം ഈ ആലം സ്റ്റോൺ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആകെ ഒരു ദോഷം ഉണ്ടാകുന്നത് സ്കിൻ ഡ്രൈ ആവുന്നുള്ളത് മറ്റുള്ള അസുഖങ്ങൾക്ക് പ്രശ്നക്കാർക്ക് വളരെ നല്ലതുമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇത് ചെയ്തിട്ട് മോയ്സ്ചറൈസർ മുഖത്ത് വരട്ടെ. നമുക്ക് ഏത് മോയ്സ്ചറൈസറാണോ നമ്മുടെ സ്കിന്നിനിണങ്ങിയത് ആ മോയ്സ്ചറൈസർ പുരട്ടാൻ ശ്രദ്ധിക്കണം. ഇനി ആലത്തിന് ആൻറ്റി ഓക്സൈഡ് അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് ആൻറ്റി ഓക്സൈഡ് എന്നുള്ളത് കൂടി പറയാം. ആൻറ്റി ഓക്സൈഡിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്കിന്നിന് വളരെ ദോഷമായ തന്മാത്രകൾ മൂലം ഉണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ആൻറ്റി ഓക്സൈഡിൻ്റെ ഏറ്റവും നല്ല പ്രധാന ഗുണം. ഫ്രീ റാഡിക്കലുകൾ നമ്മുടെ ശരീരത്തിൽ കടിഞ്ഞുകൂടും. അവ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിന് കാരണമാകുകയും നമ്മുടെ കോശങ്ങളൊക്കെ നശിക്കാനും അവ കാരണമാകും. ഈ ആലത്തിലുള്ള ആൻറ്റി ഓക്സൈഡുകൾ സ്വന്തം റാഡിക്കളുടെ വളർച്ച നശിപ്പിച്ചു കോശങ്ങളിലേക്ക് അണുബാധയെ തടഞ്ഞു നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ ആൻറ്റി ഓക്സൈഡ് ഗുണം വളരെ ഗുണം ചെയ്യുന്നുണ്ട്. സ്കിന്നിൽ മെലാനിൻ എന്നത് കൂടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്കിൻ കറക്കാൻ തുടങ്ങും. അപ്പം ഈ മെലാനിനെ നിയന്ത്രിച്ച് കുറച്ചിട്ട് നമ്മുടെ സ്കിന്നിനെ ലൈറ്റനാക്കി വെളുത്താനും നമുക്ക് തിളക്കം കിട്ടുന്ന നല്ല പ്രകാശമായിട്ട് വയ്ക്കാനും ഇതിലുള്ള ആൻറ്റി ഓക്സിഡന്റുകൾ സഹായകരമാകുന്നുണ്ട്. ഈ ആലത്തിൽ അല്പം തേനും ഗ്ലിസറിൻ അതുള്ള റോസ് വാട്ടറൊക്കെ ചേർത്തുകൊണ്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കഴിയുകയാണെങ്കിൽ നല്ല തിളക്കം നല്ല പോലെ ഭംഗിയുള്ളൊരു മുഖം സ്വന്തമാക്കാൻ സാധിക്കും. പിന്നെ ആലത്തിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുണ്ട്. അത് എന്താണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുകൂടി അറിയണ്ടേ. വീക്കൊക്കെ അല്ലേ, ആ വീക്കം കുറയ്ക്കുന്ന ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു ചികിത്സയുടെ പേരാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലമേറ്ററി നമ്മുടെ വേദന കുറയ്ക്കുന്ന മരുന്നുകൾ പകുതിയോളം തന്നെ വരുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആലത്തിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ് സ്കിന്നിലുണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. അതുപോലെ ആലത്തിൻ്റെ ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ബാക്ടീരിയ, ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ മുഖക്കുരുവിനെയും കാരിയെയും അകറ്റി നിർത്താനും വന്നതിന് മാറ്റുവാനും വളരെയധികം സഹായകരമാണ്. സ്കിന്നിൽ ധാരാളം ഓയിലുള്ള സ്കിന്നുകൾക്ക് ഓയിൽ വന്നടിഞ്ഞുകൂടി അഴുക്കുമെല്ലാം അടിഞ്ഞു കൂടിയിട്ട് ചെറിയ കുരുക്കളാകുന്നു. അതിൽ അഴുക്കൊന്നും പുറത്തു പറ്റാതിരിക്കുമ്പോഴാണ് മുഖക്കുരു ഉണ്ടാകുന്നത്. ഈ മുഖക്കുരു നീക്കം ചെയ്തതിന് ഈ വക ഗുണങ്ങൾ കൊണ്ട് നമുക്ക് മുഖക്കുരു നീക്കം ചെയ്യാൻ സാധിക്കും. ഇത് ലാസ്റ്റ് 2 ഗുണങ്ങൾ സ്കിന്നിൽ ഉണ്ടാകുന്ന സൂക്ഷ്മങ്ങൾ ശൃംഖാവും. അതുപോലെ സൂക്ഷ്മങ്ങൾ അടയും മാത്രമല്ല സ്കിൻ ടൈറ്റായി നല്ല ഇലാസ്റ്റിസിറ്റി കിട്ടും. അതുപോലെ തന്നെ കൊളോജൻ വർദ്ധിക്കും. അങ്ങനെയുള്ളത് ബെനിഫിറ്റ് കിട്ടുമ്പോൾ സ്കിന്നിന് നയൂത്തം. പിന്നെ ഈ അധികമുള്ള അഴുക്കൊക്കെ എടുത്ത് കളയുന്നതുകൊണ്ട് തന്നെ മുഖക്കുരുവൊക്കെ മാറി മുഖത്തെ പാടുകളും ചുരുകളും എല്ലാം മാറ്റി തന്നെ നല്ല മനോഹരമായി മുഖം സ്വന്തമാക്കാൻ അതിനത്രമാത്രം കഴിവുണ്ട് ഈ ആലത്തിന്. ഈ സൂക്ഷ്മങ്ങൾ അടയുമ്പോൾ സ്കിൻ നല്ല ടൈറ്റാവും. സ്കിന്നെ ടൈറ്റാക്കി വയ്ക്കാനും മുഖക്കുരു മാറ്റാനും നല്ല കഴിവുള്ള ഒന്നാണ് ആലം. സൂര്യനിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ സ്കിന്നിന് അൾട്രാവയലറ്റ് വരുമ്പോൾ മുഖത്ത് കരിമംഗലം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ പൊള്ളിച്ച എല്ലാത്തിനും പൊള്ളുന്നതിനൊക്കെ ആലം പൗഡർ ഇതുപോലെ റോസ് വാട്ടർ തന്നെ മിക്സ് ചെയ്ത് പറ്റിയതിൻ്റെ ബുദ്ധിമുട്ട് മാറും. പൊള്ളലിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. സൂര്യതാപത്തിൻ്റെ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ സഹായിക്കും.
നമുക്ക് തലയൊട്ടിക്ക് ആരോഗ്യം, തലക്കാൻ്റെ മുടി നന്നാവുമ്പോൾ മുടി നല്ല രൂപത്തിൽ വളരുള്ളൂ, മുടിയുള്ള പ്രശ്നങ്ങൾ തീരുള്ളൂ. അപ്പോൾ നമുക്കിത് ആരോഗ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? pH ബാലൻസ് നിലനിർത്തുകയും എണ്ണമയം കുറയ്ക്കുകയും കൂടി ചെയ്യുമ്പോൾ നമ്മുടെ തലയുടെ ആരോഗ്യത്തിനും സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനും വളരെ ഗുണം ചെയ്യും. തലയിലുള്ള ചൊറിച്ചിൽ, താരം പോലുള്ള തൊലി പൊളിഞ്ഞു പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. ആലത്തിൻ്റെ ആസ്ട്രിജൻ്റ് ഗുണമാണ് ഈ മുടിയുടെ തിളക്കവും ആരോഗ്യവും സ്കിന്നിനുള്ള ഗുണമൊക്കെ കിട്ടുന്നത് ആസ്ട്രിജൻ്റ് ഗുണം കൊണ്ടാണ്. നമ്മൾ കടയിലൊക്കെ ബ്യൂട്ടി പാർലർ ആൻഡ് ബ്യൂട്ടീഷ്യൻ കെയറിങ് ചെയ്യുന്നതാണ്. മുടിയൊക്കെ സ്ട്രൈറ്റനിങ് ചെയ്യും. അത് കെമിക്കൽ ഇതുകൊണ്ടാണ് മുടി സ്ട്രൈറ്റനിങ് ചെയ്യുന്നത്. നമുക്ക് നാച്ചുറലായിട്ട് മുടി സ്ട്രൈറ്റനിങ് ചെയ്യാൻ ആലം എങ്ങനെ ഉപയോഗിക്കും നോക്കാം. ആലം പൗഡർ എടുത്ത് ഇതുപോലെ റോസ് വല്ല മുട്ടയുടെ വെള്ളയിൽ നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയിലും സ്കാൽപ്പിലോട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഓരോ കുറച്ച് ലെയറുകളായിട്ട് എടുത്തിട്ട് നല്ലപോലെ ചീകിക്കൊണ്ടിരിക്കണം. പെരട്ടി ഇങ്ങനെ ഓരോ ലെയറിലും ചിരട്ടി നല്ല ധാരാളം ഇങ്ങനെ പെരട്ടിക്കൊണ്ടിരിക്കുക. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ചീകി പെരട്ടിപ്പിച്ചിക്കൊണ്ട് നിന്നിട്ട് മുടി സ്ട്രൈറ്റിനായി നിന്നിട്ട് അത് ഉണങ്ങണം. ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോഴും ചെറുതായിട്ട് കഴുകിക്കളയുക. അപ്പം മുടി കുറച്ച് പ്രാവശ്യം ആകുമ്പോഴേക്കും മുടി സ്ട്രൈറ്റ് ആകുമ്പോൾ അപ്പോഴും ശ്രദ്ധിക്കണം. ആല പൗഡറാണ് സ്കാൽപ്പിൽ വരുന്നത്, ഡ്രൈവർ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. മുഖക്കുരുവിനുള്ള ചികിത്സ എന്ന് പറയുന്ന അര ടീസ്പൂൺ ആലം പൗഡറും 1.5 ടീസ്പൂൺ റോസ് വാട്ടർ എടുത്ത് അതിൽ മുൾത്താണി മിട്ടി, ഭൂമിയുടെ 2500 താഴ്ചയുള്ള ഒരു മണ്ണാണ് ഈ മുൾത്താണി മിട്ടി എന്ന് പറയുന്നത്, പ്രതലത്തിൽ നിന്നും. ആ മണ്ണ് അതും കൂടി ചേർന്ന് ഒരു ഇത് പരിപാടിയിട്ട് മുഖക്കുരു ഒരു മിക്സ്, ഒരു പേസ്റ്റ് വരുത്തായിട്ട് മുഖക്കുരുള്ളടുത്ത് മാത്രം വെച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 വലിഞ്ഞ് കഴിയുമ്പോൾ ചെറുചൂടുള്ള വെള്ളത്തിൽ കഴിക്കാന്നാൽ മുഖക്കുരു പോകാനും മുഖത്തിലുള്ള കറുത്ത പാടുകൾ, കലകളും ഇതൊക്കെ മാറിക്കിട്ടും. ഈ മുഖക്കുരുള്ള വീക്കൊക്കെ കുറച്ചതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണമാണ്. ഇതിൻ്റെ പഴുപ്പും അതിൽ പഴുപ്പ് ബുദ്ധിമുട്ടുകൾ, അതുപോലെ വേണ്ടിയിരിക്കുക ഇത് ബുദ്ധിമുട്ടുകൾ, മുഖത്ത് വരുന്ന പാടുകൾ എല്ലാം മാറിക്കിട്ടാൻ തന്നെ ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഗുണങ്ങൾ സാധിക്കുന്നതാണ്. ബാക്ടീരിയ എന്ന സൂക്ഷ്മജീവിയുടെ വളർച്ച ഇല്ലാതാക്കുക, അതിൻ്റെ നാശത്തിന് കാരണമാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ആൻറ്റി ബാക്ടീരിയൽ. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് ഗുണങ്ങൾ കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന അലുവ കുരുക്കളും പാടുകളും മുറിവുകളും എല്ലാം തന്നെ മാറ്റാൻ ആലത്തിന് സാധിക്കുന്നു. നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഏത് വർദ്ധക വസ്തുക്കൾ ഒരുപാട് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഇതിലൊക്കെ ആലം പൗഡർ യൂസ് ചെയ്യാൻ സാധിക്കും. നാച്ചുറൽ പ്രൊഡക്റ്റിന് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ആലം പൗഡർ കുറച്ച് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആഴ്ച 2 പ്രാവശ്യം ഉപയോഗിക്കുക. മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, വക കാര്യങ്ങൾ ചെയ്യാം. ആലം സൗന്ദര്യത്തിനും തിളക്കത്തിനും ഭംഗിക്കും ഒരുപാട് നല്ലതാണ് ആലം പൗഡർ. ആലം പൗഡറിന് വേറെ ബുദ്ധിമുട്ടായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഭക്ഷണം പ്രിസർവേറ്റ് ചെയ്യാൻ അച്ചാറുകൾ മുതലേ കേടുകൂടാതിരിക്കുന്നതിന് പ്രിസർവേറ്റീവ്സ് ആയിട്ടും ഈ ആലം പൗഡർ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുടനീളമുള്ള പ്രശ്നങ്ങൾക്ക് ഇത്ര അധികം ഇതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? ഇത്ര വില കുറഞ്ഞതിന് നമുക്കൊരു പ്രഷ്യസ് സ്റ്റോൺ, പ്രഷ്യസ് സ്റ്റോൺ എന്ന് പറയേണ്ടി വരും. ഈ ഇത്രയും വില കുറച്ച് കണ്ട ഈ വെല്ലിനെ ഏറ്റവും വില കൂടി പ്രഷ്യസ് സ്റ്റോൺ ആക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായമാണ്. എല്ലാവരും ഇത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ വളരെ നിർബന്ധമാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കഴിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആലം പൗഡറും ആലം സ്റ്റോണൊക്കെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക. റോസ് വാട്ടർ, തേനി വക സാധനം മാത്രം യൂസ് ചെയ്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതായുള്ളൂ. ഇത് ഒരു ഡോക്ടറെ കൂടെയുള്ള അസിസ്റ്റൻസ് പോലെ കുറച്ച് അസിസ്റ്റൻസിനെ വെച്ചിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു ഡോക്ടറാണ് ആലം ഫിറ്റ്കരി എന്ന് പറയുന്ന നമ്മുടെ പ്രഷ്യസ് സ്റ്റോൺ. എല്ലാവരും എന്നെ സഹായിക്കണം. എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ കുറച്ച് പ്രായമുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് എനിക്കോട് സഹകരിച്ച് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന പരമാവധി എല്ലാവരിലേക്കും എത്തിച്ച് എന്നെ സഹായിക്കുക. എൻ്റെ സ്നേഹം.